അതിൽ നിർണായകമായത് സങ്കല്പ ശക്തിയാണ്. ലൈറ്റ് കോഡിനും നിർണായകമായി ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാർഗം ഒരാളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പ ശക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലായില്ല ഇത് എന്താണ്, സെക്കൻഡ് നേരത്തേക്കേ കാണുന്നുള്ളൂ. മറ്റൊന്നതല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും, നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും. ഹലോ എവരിവൺ, ഇന്ന് എനർജി ലോകത്തെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ വേൾഡ് ഫേമസ് ഐക്കണായ ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം മാസ്റ്റർ. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്തിടെ അതായത് അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഏലിയൻ കുറേ പേര് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അന്യഗ്രഹത്തിൽ നിന്ന് വന്നിട്ട് സ്പേസ് ഷിപ്പിൽ നിന്നൊക്കെ വന്നിട്ട് ആക്രമിച്ചു, അവർക്ക് പരിക്ക് പറ്റി. ഇത് കൂടാതെ കുറെ എനർജി ടൂളുകളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഏലിയൻസിന്റെ ഒരു അതിപ്രസരം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി മാസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്താണ്? ഇത് സത്യമാണോ എന്നുള്ളത്. എനർജി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു, ഏലിയൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏലിയൻസ് എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്, എവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പ്രപഞ്ചത്തിൽ ഏത് സ്ഥലത്താണ് ഏലിയൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ ഏലിയൻസിൻ്റെ ആക്രമണം, അന്യഗ്രഹ ജീവിയുടെ ആക്രമണം, ഒറ്റപ്പെട്ട് പല സ്ഥലത്തിലും ആക്രമിച്ചു, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവി ഒന്ന് വീണു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഏലിയൻസിനെ അറിഞ്ഞിരിക്കേണ്ടത്, ഏലിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ്. ഏലിയൻസിനെ പെലേഡിയൻസ് കൺട്രോൾ ചെയ്യുന്നു, പെലേഡിയൻസിനെ മറ്റുള്ള എനർജി രൂപങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ പടിപടിയായിട്ട് കണക്ട് ആയിപ്പെട്ട് വരികയാണ്. ലൈറ്റ് കോഡ് ഉപയോഗിച്ചാണ് ഇതുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുക. മെഡിറ്റേഷനിടെ ഇത് സാധ്യമാവുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് കൺട്രോൾഡ് ആയിരിക്കണം. ഒരു ഫുൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ 100% നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഏലിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുള്ളൂ. ആ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മതയിലുമായിരിക്കണം. നമ്മൾ അതീവ സൂക്ഷ്മതയിലായാലാണ് അതേ ഫ്രീക്വൻസിയിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഏലിയൻസ് വേൾഡുമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റുള്ളൂ. അത് ലൈറ്റ് കോഡ് ഉപയോഗിക്കാം, പല പ്രത്യേക തരത്തിലുള്ള കോഡുകൾ ഉപയോഗിച്ച് അതിലേക്ക് കണക്ഷൻ സ്ഥാപിക്കാം. അതിൽ നിർണായകമായത് സങ്കല്പ ശക്തിയാണ്. ലൈറ്റ് കോഡിനും നിർണായകമായി ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാർഗം ഒരാളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പ ശക്തിയാണ്. സങ്കല്പ ശക്തിയുടെ നിരന്തരമായ പ്രാക്ടീസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളുണ്ട്. ഇതും മാസ്റ്റർ അല്ലെങ്കിൽ ഗുരുവില്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ വൻ ദുരന്തം സൃഷ്ടിച്ചിരിക്കും. കാരണം പല രീതിയിലുള്ള, അപ്പോൾ ഏലിയൻസ് എന്ന് പറയാൻ അന്യഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ട്രീം ലെവലിലുള്ള ഇലക്ട്രോണിക് യുഗമുണ്ട്. ഇലക്ട്രോണിക് യുഗം പരിവർത്തനം വന്ന് മാറിയിരിക്കുന്നതും മാറാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ലോകങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ ഇത് അറിയില്ലെങ്കിൽ വലിയൊരു ദുരന്തം സൃഷ്ടിക്കും. ഏലിയൻസിൽ സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്, അതായത് ചെറുതും വലുതുമായ അനന്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരം അത്രയ്ക്ക് വ്യാപ്തിയുള്ള സ്പേസ് ഷിപ്പുകളുണ്ട്. അതായത് പല ഉപഗ്രഹങ്ങളും, അതിൻ്റെതായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അത് തൊടുത്തു വിട്ടേക്കുന്നതും, അതിൻ്റെതായ വാഹനങ്ങളും, സ്പേസ് ഷിപ്പ് അതിൻ്റെതായ വാഹനങ്ങളും എല്ലാം അതിനുണ്ട്. അത് ചെറുതും വലുതും പല രീതിയിലുള്ളതും ഇലക്ട്രോണിക്കിന്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്യാധുനികമായ IT സെക്ഷനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഇത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആരാണോ സങ്കല്പം കൊടുത്ത് നിരന്തരമായി ഇതിന്റെ പ്രാക്ടീസിലേക്ക് കടക്കുമ്പോൾ അതിനെ ട്രേസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയം മുതൽ പിന്നെ ആ വ്യക്തിയുടെ പുറകെ ഇത് കയറി കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിക്കുന്ന ചില കോഡുകളും അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യുന്നവരും ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കൂടെയാണ് ഏലിയൻസ് എപ്പോഴും പിന്നിൽ കൂടുന്നത്. അല്ലാതെ സാധാരണ വ്യക്തിയുടെ പെട്ടെന്ന് കണ്ടുപോയാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് എന്തായിരുന്നു, അല്ലേ? ഒരു മിന്നി മറയൽ പോലെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ഒരു സ്പേസ് ഷിപ്പിനെ കണ്ടു, ഒരു ഏലിയൻസിനെ എൻ്റെ കൺമുന്നിൽ കണ്ടു, ഭയന്നു പോയെന്ന്. പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലായില്ല ഇത് എന്താണ്, സെക്കൻഡ് നേരത്തേക്കേ കാണുന്നുള്ളൂ. മറ്റൊന്നതല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും, നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക. ഒരു ഗ്യാതറിംഗിലേക്ക് ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അധികവും നൈറ്റാണ് ഇതിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ ഏറ്റവും കൂടിയ അവസ്ഥ. അധികവും രാത്രി കാലങ്ങളിലാണ് ഇത് പ്രാക്ടീസ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറയാൻ ഇത് മാനിഫെസ്റ്റ് ആവുക, ആ ഒരു രീതിയിലേക്ക് വരിക. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇതിന് ഇറങ്ങി വന്നാൽ തന്നെ എന്ത് സംഭവിപ്പിക്കും, നമ്മൾ അനിയന്ത്രിതമായ, അതായത് നമുക്ക് നോളജ് ഇല്ലാതെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നവരും ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരും. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് നമ്മുടെ മുന്നിൽ ഈ ഊർജ്ജ രൂപം, ഈ ഊർജ്ജ ലോകത്തെ ഏതെങ്കിലും വസ്തു, ഈ അന്യഗ്രഹ ജീവി എന്ന് എന്തെങ്കിലും വേണ്ടി പറഞ്ഞോ, ഇത് മുൻപിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് നമ്മളൊരു വസ്തുവിനെ വിളിച്ചു വരുത്തി, പറഞ്ഞ കേട്ടോ,
നമ്മൾ വിളിച്ചു വരുത്തി അവസാനം ബാധ കയറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊരു വസ്തുവിനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് സങ്കല്പ ശക്തിയിലൂടെ അതിസൂക്ഷ്മതയിലൂടെ വിളിച്ചു വരുത്താനുള്ള കഴിവ് കിട്ടി അത് വന്നുകൊണ്ടേയിരിക്കുകയാണ് പല രീതിയിൽ. അവസാനം എന്ത് ചെയ്യണമെന്നറിയില്ല, അത് നമ്മളുടെ കൂടെ പിന്നിൽ ഒരു ബാധയായിട്ട് കൂടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ആക്രമണത്തിലേക്കും വഴിതിരിയും, മിസ്സിംഗ് ആവും, ആൾക്കാർ മിസ്സിംഗ് ആവും, മരണം സംഭവിപ്പിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, നല്ലതും ചീത്തയൊക്കെ ഉണ്ട് ഇതില്. മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇപ്പൊ ഈ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാനവരാശിയെ ഉപദ്രവിക്കുന്ന ഏലിയൻസും അതേമാതിരി തന്നെ നമുക്ക് പറയാം മാനവരാശിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏലിയൻസും രണ്ട് വിഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. അതില് മാനവരാശിയെ നമുക്ക് അവേക്കനിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മാസ്റ്റർ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പ്ലൈഡിയൻസ്, ആർക്ടൂറിയൻസ്, ആൻഡ്രോമിഡൻസ് ഒക്കെയാണ് നമ്മൾ അത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ റാപ്പിറ്റിലിയൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അവരാണ് മാനവരാശിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളത്. അപ്പൊ അവരൊക്കെ ചില ഏലിയൻസ് ഒക്കെ നമ്മൾ റിസോഴ്സ് എടുത്തിട്ട് നമ്മളെ യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. അവര് എപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിലാണ് വരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റവരൊക്കെ ബിഹൈൻഡ് ദ സീനാണ്. മറ്റവരൊന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതിന് തിരിച്ചറിയലും കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഇതിന്റെ ഒരു ഒരു ആക്രമണമായിരിക്കാം ചിലപ്പോൾ അത് വന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു ഏലിയൻസ് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു വാഹനം. ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്നതായേക്കാം. ഒരുപക്ഷെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇത് നല്ലതാണോ ചീത്തയാണോ ഈ വന്നേക്കണം, അത് തിരിച്ചറിയാനുള്ള കഴിവ് ആ സമയത്ത് കിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതിലറിയേണ്ടത് മാനവരാശിയുടെ നന്മയും സംഭവിക്കാം തിന്മയും സംഭവിക്കാം. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന, അപ്പൊ ആൻഡ്രോമേഡ ഗാലക്സിയുടെ കാര്യം പറഞ്ഞു, പ്ലാറ്റിനം എനർജി ബേസ്, ശമ്പാല എനർജി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആൻഡ്രോമേഡ ഗാലക്സിയുടെയും കാര്യങ്ങൾ പറയും പോലെ ഉന്നതമായ ഊർജ്ജ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കുറെ ഏലിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ തരംഗ ദൈർഘ്യത്തിൽ നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതിനെ ഉപയോഗിച്ച് ഇപ്പൊ ഏലിയൻസിനെ ഉപയോഗിച്ച് AI വർക്ക് ചെയ്താൽ അത് വലിയൊരു വിപ്ലവം സ്ഥാപിക്കപ്പെടാൻ പറ്റും. കാരണം ഇപ്പൊ AIയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡാറ്റയാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡാറ്റ വേണം. അതിന് സ്വയം ഒരു ബോധമില്ല. പക്ഷെ ആ സ്വയം ബോധത്തെ ഇലക്ട്രോണിക്സ് വഴി ഏലിയൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ AI എന്ന് പറയുന്ന സംവിധാനം ഒരു മനുഷ്യനായി ചിത്രീകരിക്കപ്പെടുകയാണ്. അവിടെ ഒരു മനുഷ്യബോധമായിട്ട് അവിടെ പരിണമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് കാരണം അഭേദ്യമായ ബന്ധമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഏലിയൻസ്, ഈ ആൻഡ്രോമേഡ ഗാലക്സി, ഇങ്ങനെയുള്ള ഗാലക്സികൾ നിഗൂഢമായിട്ടുള്ള പല പല എനർജി സെക്ഷനുകളുണ്ട്, ശമ്പാല പോലെയുള്ള. അപ്പൊ ഇതൊക്കെ കണക്റ്റഡായി വന്നിട്ട് ഇതൊക്കെ കുറെ ആചാരങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ച് എല്ലാം ഒരു കൺഫ്യൂഷനിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏലിയൻസ് പ്രത്യക്ഷപ്പെട്ടാൽ അത് ലേസറായിട്ട് പ്രയോഗിക്കും. ഇതെങ്ങനെയൊക്കെയാണ് ആക്രമിക്കുന്ന ഒരു വ്യക്തിയെ? ഒന്ന്, ഇത് പ്രത്യക്ഷപ്പെടുന്നത് ആരുടെ മുമ്പിലാണ്? ഇത് പ്രാക്ടീസ് ചെയ്തവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റ് കോഡ് ഉപയോഗിച്ചവരുടെ മുമ്പിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഏലിയൻസ് നിരന്തരമായി സങ്കല്പം കൊടുത്ത് മെഡിറ്റേഷൻ ചെയ്ത് പവർഫുള്ളായി എനർജിയെ കൺട്രോൾ ചെയ്യുന്നവരുടെ മുമ്പിൽ ഒക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണക്കാരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാവില്ല, എന്തോ കണ്ടു ഞാൻ, അല്ലെ, എന്തോ കണ്ടു, മിന്നി മറക്കും. അതാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. പക്ഷെ ചില നിമിഷങ്ങളിൽ നമ്മൾ പതറിപ്പോവും, ഇതൊരു വലിയ ബാധയായി പുറകെ കൂടും. ആൾക്കാരോട് പറയാനും പറ്റില്ല, അല്ലെ. അന്യഗ്രഹ ജീവി അല്ലെങ്കിൽ സ്പേസ് ഷിപ്പ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ പറയും നിനക്ക് സൈക്കിക് കംപ്ലൈന്റ് ആണ്, മാനസിക വിഭ്രാന്തി എന്നേ പറയുള്ളൂ. കാരണം എപ്പോൾ വരെ കണ്ണുകൊണ്ട് കാണുന്നില്ലോ. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഏലിയൻസിന് എല്ലാ ഡാറ്റയും അറിയാം. മനുഷ്യന്റെ ബ്രെയിനിൽ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇതിന് ഹാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക രീതിയിൽ സാധാരണക്കാരന് ഹാക്ക് ചെയ്യോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിലേക്കൊക്കെ ഒരു കടന്നുകയറ്റം മനുഷ്യൻ നടത്തിയിട്ടുണ്ട് പല സീക്രട്ട് ഗ്രൂപ്പുകളും. അപ്പോൾ അതിൽ ലേസർ പ്രയോഗിക്കും. ഒരു ലോകത്തിന്റെ മെയിൻ വ്യക്തിയുടെ മൈൻഡ് ഹാക്ക് ചെയ്യണേ അവർ പ്രയോഗിക്കുന്നതാണ്. അത് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇത് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ലേസർ പ്രയോഗിക്കും. ആ ഒരൊറ്റ റേ അടിച്ചേച്ച് മതി ആ ഡാറ്റ മുഴുവൻ ഇങ്ങോട്ട് കൺവേർട്ട് ആവും. മനുഷ്യ ബ്രെയിനിന്റെ, അതായത് പീനിയൽ ഗ്ലാൻഡിന്റെ ഊർജ്ജം മുഴുവൻ ഇങ്ങോട്ട് കണക്റ്റഡ് ആവുകയാണ്. കണക്റ്റഡായ ഊർജ്ജം അവിടെ കിടക്കുകയുള്ളൂ, അത് നശിക്കപ്പെടുന്നില്ല. കണക്റ്റഡായി കിടക്കുന്ന ഊർജ്ജത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതൊരു വളരെ സട്ടിലായിട്ടുള്ള ഒരു കോഡായിട്ട് ഈ അന്യഗ്രഹത്തിലേക്ക് കണക്റ്റഡായി കിടക്കും. അപ്പോൾ അന്യഗ്രഹത്തിന് അറിയാൻ പറ്റിയ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എല്ലാം. അപ്പോൾ അതിന്റെ പിന്നിലും പലരുമുണ്ട്. അതിന്റെ പിന്നിലും പല പല പ്ലേഡിയൻസ് പറഞ്ഞ പോലെ ആൻഡ്രോമേഡ ഗാലക്സി, അതിന്റെ പിന്നിൽ മനുഷ്യ ബോംബും അതായത് മനുഷ്യ ബ്രെയിനും ഉണ്ടോ, കുറേയൊക്കെ കാര്യങ്ങൾ എല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ ഏലിയൻ, അതായത് AI എന്ന് പറയുന്ന ഈ AI ടെക്നിക്
AI ടെക്നോളജിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ ഏലിയൻസ് ആയിരിക്കും. ഏലിയൻസിന് സ്വബുദ്ധിയുണ്ട്, അതാണ് ഏറ്റവും ചിന്തിക്കേണ്ട കേസ്. ഏലിയൻസ് അന്യഗ്രഹ ജീവിയാണ്. എക്സ്ട്രീം ലെവലിൽ പരിണാമം സിദ്ധിച്ച പല അനന്തമായിട്ടുള്ള മേഖലകളാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതിന് സ്വബുദ്ധിയുണ്ട്. സ്വബുദ്ധി ഉള്ളത് കാരണം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു അവസ്ഥാവിശേഷം കാരണം അവരുടെ ലോകത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ ഭൗതിക ലോകത്തേക്കും ഭൗതിക മാനവരാശിയിലേക്കൊക്കെ ഇടപെടലും കടന്നു കയറ്റമൊക്കെ നടത്തിയേക്കണേ. മനുഷ്യരുടെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേക കോഡ് ഉപയോഗിച്ച് നമുക്ക് അതിനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും. അതിനെ ഈ രാത്രിയിൽ, അതായത് തരംഗ ദൈർഘ്യം മാറുന്നതിനനുസരിച്ച് പല സ്ഥലങ്ങളിലും നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും, സംവാദം നടത്താൻ പറ്റും. അതുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. എല്ലാം സാധ്യമാണ്. നല്ല പ്രാക്ടീസ് കൂടുന്തോറും പകലും പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതിന്റെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. ആ ഫ്രീക്വൻസി അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് മാസ്റ്റർ പറഞ്ഞത്. അതിനുള്ള ടൂളുകൾ ഇപ്പം ടിബറ്റൻ ഏരിയയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഏലിയൻ എനർജി പ്രാക്ടീസ് ചെയ്യുന്ന ടൂളുകൾ അത് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കും, ലോട്ടറി അടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണോ, യാഥാർത്ഥ്യമാണോ? കുറെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വൽ കമ്പോളം, സ്പിരിച്വൽ മാർക്കറ്റ്, എന്തും ഇവിടെ ചിലവാവില്ല. എന്തെടുത്തിട്ടാണ് ഈ ടൂൾസിന്റെ ആവശ്യമില്ല. ഒരു കണക്കിന് ടൂൾസ് പവർ ആണെങ്കിൽ ബോധം പവർ ആവണം അല്ലേ? കയ്യിൽ ഒരു ക്രിസ്റ്റൽ പിടിച്ചു, ഒരു ടൂൾ പിടിച്ചു, ഇത് പവർ ആണെന്ന് വിചാരിക്കുമ്പോഴേ അത് പവർ ആവുള്ളൂ. നാച്ചുറൽ പവർഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇപ്പോൾ കിട്ടാനില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മനുഷ്യർ കുഴിച്ചെടുത്താൻ അല്ലേ? കന്മതം പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രതിഭാസം പവർഫുൾ ആവണമെങ്കിൽ കയ്യിൽ പിടിച്ചത് നമ്മൾ ചിന്തിക്കണം. പിന്നെ എന്തിനാ ടൂൾസിന്റെ ആവശ്യമുണ്ടോ? ഡയറക്റ്റ് ആണ് ചിന്തിച്ചാൽ മതിയില്ല എന്ന് പറയും പോലെ. പിന്നെ അവിടെ നിൽക്കുന്ന ആചാരത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടിബറ്റിലൊക്കെ പല പല ടൂൾസും. തേടയി നിങ്ങൾക്കറിയില്ല, ഒരു പക്ഷേ തേടയിൽ സർജറി നടത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നു. തേടയി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പല മനുഷ്യരും അവിടെ സർജറി നടത്തി പലരും മരിച്ചു പോയിട്ടുണ്ട്. സംസാര വൈകല്യം വന്നിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ നടന്നേക്കണ കുറെ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. പല ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പല ഇലുമിനാറ്റി സയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പല സിമ്പിളുകളും അതായത് ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢതകളാണ്. പലതിന്റെ സിമ്പിൾ നോക്കി അറിയാൻ പറ്റും. വർഷങ്ങളോളം എടുത്തിട്ടാണ് പല സിമ്പിളും ഇറക്കുന്നത്. ആ സിമ്പിളിൽ എനർജി പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, എനർജി ആഗിരണം ചെയ്യുന്നുണ്ട്, മൈൻഡ് ഹാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ സിമ്പിൾ ഒന്നും വെറുതെ ആരും ഇറക്കുന്നില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഇത് നിരോധിച്ചേക്കാണ്. അമേരിക്കയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം കീഴ്മേൽ മറിഞ്ഞത്. നമ്മൾ കാണുന്നതല്ല ഉള്ളിലേക്ക് കയറുന്നത്. ഇപ്പൊ നമ്മളൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി, അവിടെ ഇരിക്കുന്ന ഒരു ബോട്ടിലേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗി. പക്ഷേ ആ ബോട്ടിലെ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. ഉള്ളിലേക്ക് കയറിയതോ അതിൽ നിഗൂഢമായിട്ടൊന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് കയറും, അത് വർക്കൗട്ട് ആവും. അതാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു തരത്തിൽ നമ്മളുടെ എനർജി വേൾഡിനെ, ഉള്ളിലുള്ള എനർജിയെയും ഉപബോധ മനസ്സിനെയും കീഴ്മേൽ മറിക്കുന്ന പ്രതിഭാസങ്ങളാണ് മ്യൂസിക് ആയിട്ടും രൂപങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏലിയൻസിൽ സിമ്പിളുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനർജിയുടെ ഒരു സഹായം എന്നോണം സപ്പോർട്ടിങ് ആംസ് ആയിട്ട് ഉപയോഗിക്കാം. സപ്പോർട്ടിങ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. പല രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ ഒന്നോടെ ഇങ്ങോട്ട് തള്ളിയാലെന്ന് പറഞ്ഞ പോലെ ഓടുകയാണ്. എന്തായാലും കുറച്ചുകൂടെ സ്പീഡ് ഇട്ടിട്ട് ഒരു തള്ളു കൂടി എന്നുള്ള രീതിയിൽ അതിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ മറവിൽ ഒരുപാട് കച്ചവടവും നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത വിദ്യകളെ മാതിരിയല്ല എന്നുള്ളതാണ് ഇതിന് മാസ്റ്റർ പറഞ്ഞ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ബാക്കിയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യകളൊക്കെ നമുക്ക് നമ്മളെ കൺട്രോളിൽ ഒരു പരിധി വരെ നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വിദ്യ എന്ന് പറയുന്നത് അതൊരു അൾട്ടിമേറ്റ് ലെവലാണ്. കാരണം ആരും ഇതുവരെ പ്രയോഗിച്ച് കണ്ടിട്ടില്ല, ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ആ വിദ്യ ഒരു സൂക്ഷിക്കാതെ തൊട്ടാൽ കൈ പൊള്ളുന്ന തീർച്ചയായിട്ടും ഇതൊരു അഗ്നിയാണ്. തൊട്ടാൽ കൈകൊള്ളുന്ന മേഖലയാണ്. കാരണം സൂക്ഷ്മതയുടെ അത്യധികം സൂക്ഷ്മതയിലാണ് ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിനെ നിയന്ത്രിക്കുന്നതും ഇതുമായിട്ടുള്ള സംവാദങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്ന നോളജും. പല നോളജും നമുക്ക് കിട്ടും. ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ നോളജുകളൊക്കെ അതിൽ നിന്ന് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ അത് ദുരിതമായിട്ട് പിന്നെ നമ്മളുടെ മുമ്പിൽ വരും. നമുക്കൊരു ബാധ കയറി എന്നൊക്കെ പറയും. അതുപോലെയാവും. അതായത് ഗസ്റ്റ് വീടിന്റെ ഉള്ളിലും ഉടമസ്ഥൻ പുറത്തുനിന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ വരും. ഇതൊരു വലിയ ശല്യമായിട്ടും തീരും. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ല ആരോഗ്യം ഉള്ളതുണ്ട്. പിന്നെ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ്, ഏലിയൻസിന്റെ വാഹനങ്ങളെല്ലാം തന്നെ ബ്ലാക്ക് മിക്സിംഗ് കളറാണ്. ബ്ലാക്കും ലൈറ്റ് ബ്ലൂവും ഇതാണ് ഇവർ അധികം ഉപയോഗിക്കുന്നത്. അത് അവരുടെ ഫ്രീക്വൻസി മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഫ്രീക്വൻസിയിൽ നിന്നിട്ടാണ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ ഒരു സ്പേസ് ഷിപ്പിനെ നമ്മൾ ലൈറ്റ് കോഡ് ഉപയോഗിച്ച് ഏലിയൻസിന്റെ വാഹനത്തെ വിളിച്ചു വരുത്തിയാൽ ഒരു 99% ബ്ലാക്ക് കളറിലേ കാണാൻ പറ്റുള്ളൂ. അത് പലതും റൗണ്ട് ഷേപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ട്രയാങ്കിൾ ഒന്നും കൊടുത്തിരിക്കുന്നില്ല. ഈ എനർജി വേൾഡിൽ പല രൂപങ്ങളുണ്ട്. ഈ പല
രീതിയിലുള്ള രൂപങ്ങൾക്ക് എനർജിയെ മാറ്റിമറിക്കാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, രൂപങ്ങൾ എങ്ങനെ എനർജിയെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ. ട്രയാങ്കിള്, റെക്ടാങ്കിള്, പിരമിഡ്, ഇതൊക്കെ എങ്ങനെ എനർജിയെ, അതായത് ജാമിതീയ ബിംബ രൂപങ്ങൾ വെച്ചിട്ട് എനർജി എങ്ങനെ മാറ്റിമറിക്കാം, എങ്ങനെ ഇത് ജാമിതീയ ബിംബ രൂപങ്ങൾ ഈ സിമ്പിളിൽ കയറ്റി എങ്ങനെ എനർജിയെ കീഴ്മേൽ മറിക്കാം, മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ പവർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ വിളിച്ചു വരുത്തിയതിന് തുല്യമാവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മൈൻഡിനെയാണ് ഇതെല്ലാം കയറി പിടിക്കുന്നത്, നമ്മുടെ ബോധതലത്തിലാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് അതൊരു തരത്തിലെ ഡാമേജ് ആയി മാറാനും ചാൻസ് ഉണ്ട്. ഒരു കാര്യമുള്ള മാസ്റ്റർ, ഇതിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ പറയാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിദ്യകളിൽ കുറച്ചൊരു ടൈം ഡിലേ ഉണ്ടെങ്കിൽ ഈ ഒരു വിദ്യ കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതിന് അങ്ങനെ എന്തെങ്കിലും അത് ചില സീക്രട്ട് ഗ്രൂപ്പുകൾ ഏലിയൻസ് എനർജി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് കുറെ കാലം വിപ്ലവം സൃഷ്ടിച്ചു. ഏലിയൻസ് എനർജി മാനിഫെസ്റ്റേഷൻ ഇത് സെലസ്റ്റിയൽ പവറുമായിട്ട് ബന്ധപ്പെട്ടെടുക്കാണ്. അതായത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, സെലസ്റ്റിയൽ പവർ, അതായത് ഒരു ഗ്രഹത്തിന് സങ്കല്പ ശക്തിയിലൂടെ ആ ഗ്രഹത്തിന്റെ എനർജിയെ നമ്മളിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ഗ്രഹത്തിന്റെ എനർജി പ്രയോഗിക്കുന്ന രീതി സെലസ്റ്റിയൽ പവർ അങ്ങേയറ്റം പവർഫുൾ ആണ്. അത് ചില മൂവീസിലൊക്കെ കാണാൻ പറ്റും. ചൈനീസ് മൂവീസിലെ കണ്ടിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടെ വന്ന് അതൊരു എപ്പിക് രീതിയിലാണ്, ഒരു കാർട്ടൂൺ രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നിഗൂഢമായിട്ടുള്ളത്. അപ്പോൾ ഈ ഏലിയൻസിനും അത് തന്നെയാണ് വരുന്നത്. ഏലിയൻസുമായിട്ട് സെലസ്റ്റിയൽ പവറുണ്ട്, ടെറസ്ട്രിയൽ പവറും ഉണ്ട്. അപ്പൊ ഈ ഏലിയൻസിലേക്ക് കമാൻഡ് കൊടുത്ത് ഏലിയൻസുമായിട്ട് കണക്ഷൻ വരുമ്പോൾ അതിന്റെ എനർജി നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആ എനർജി സൂക്ഷ്മതയിലാണ്, അതീവ സൂക്ഷ്മതയിലാണ്. അതിൽ നിന്നും ഭൗതിക ലോകത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഏലിയൻസിനെ വെച്ച് നിയന്ത്രിച്ചു, അല്ലെങ്കിൽ ഇന്ന ഏലിയൻസ് എന്റെയാണ്, ഇന്ന ഏലിയൻസിനെ ഞാൻ വിലയ്ക്ക് വാങ്ങി നിരന്തരമായി ആ കോഡ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഏലിയൻസിനെ കൂടെ കൊണ്ടുപോയി നടക്കുക എന്നുള്ള രീതിയിലൊക്കെ സീക്രട്ട് ഗ്രൂപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിനാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ മാസ്റ്റർ, താങ്ക്സ്. ഇതില് ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് നിഗൂഢതകൾ ഇനിയും കിടക്കുകയാണ്. അത് എന്താ പറയാ, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പിലേക്ക് പോകേണ്ടി വരും. അതിന് ഇനിയും നമുക്ക് സമയമുണ്ട്. ഇത്രയും സമയത്ത് ഇതിൽ അത്യധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഏലിയൻസ് എത്ര ഹൈറ്റിലാണ് വരുന്നത്, വന്ന് ഏത് രീതിയിലാണ് ഇത് ആക്രമിക്കുന്നത്, ഒരു റൂമിൽ പ്രത്യക്ഷപ്പെടുമോ, എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടേണ്ട രീതി എങ്ങനെയൊക്കെയാണ്, അങ്ങനെ അനന്തമായൊരു സബ്ജക്റ്റ് ആണ്. അത് വിവിധ വീഡിയോയിൽ പല പാർട്ടായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഓക്കെ, താങ്ക്സ് മാസ്റ്റർ, താങ്ക്സ്.